മോർണിംഗ് പ്രേസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ട്രിനിറ്റി അല്ലെ, അവര് ഒന്നാണ്. ആം, നമ്മൾക്ക് അത് മനസ്സിലാക്കാൻ ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ട്രിനിറ്റിയെ പറ്റി നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കത് നമ്മളുടെ കപ്പാസിറ്റിയെക്കാളൊക്കെ ഒരുപാട് കൂടിയതാണ് അല്ലെ. യേശുവിനെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ യേശു എന്ന് പറയുന്നത് ദൈവത്തിന്റെ പിതാവിന്റെ എന്താ പറയാ തത്വം ആണെന്ന് പറയുമ്പോൾ പിതാവിന്റെ പേഴ്സണാലിറ്റി നൽകി പിതാവെന്ന പേഴ്സൺ ഒരു മനുഷ്യന്റെ രൂപത്തിലേക്ക് വന്നതാണ് യേശു ക്രിസ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എബ്രാഹിം ലേഖനത്തിന്റെ 1-ാമത്തെ ചാപ്റ്റർ 3-ാമത്തെ വാക്കിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു ദൈവത്തിന്റെ ഗ്ലോറിയുടെ ആ ബ്രില്യൻസ് ആൻഡ് ആ ബ്രൈറ്റ്നെസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. കൊളോസ്യർക്ക് ലേഖനത്തില് 1-ാമത്തെ ചാപ്റ്ററിന്റെ 15-ാമത്തെ വാക്കിലൊക്കെ വരുമ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു ദൈവത്തിന്റെ എക്സ്പ്രസ് ആയിട്ടുള്ള ഇമേജ് ആണ്, പ്രതിമയാണെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഹോളി സ്പിരിറ്റ് ഗോഡ് ആണെങ്കിൽ പിതാവിന്റെയും പുത്രന്റെ ആത്മാവുമാണ് അല്ലെ. അവര് മൂന്നുപേരും ഒന്നാണ് അല്ലെ. അപ്പൊ അത് നമ്മളിങ്ങനെ വാ കൊണ്ട് പറയുമെങ്കിൽ പോലും പക്ഷെ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ നമ്മളത് പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് സാധിക്കാറില്ല, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാറില്ല എന്നുള്ള വാസ്തവം. പിതാവിന് കൊടുക്കുന്ന ബഹുമാനവും അല്ലെങ്കിൽ പുത്രനോടുള്ള സ്നേഹവും അങ്ങനെയൊന്നും നമ്മൾ ഹോളി സ്പിരിറ്റ് ഗോഡിനോട് ചിലരെങ്കിലും പ്രകടിപ്പിക്കാറില്ല അല്ലെ. ചിലരെങ്കിലും ഹോളി സ്പിരിറ്റ് ഗോഡിനെ ഒരു ലെസർ പവറുള്ള, കുറച്ച് പവറുള്ള ദൈവമായിട്ട് കരുതുന്നു. ചിലർക്കെങ്കിലും ദൈവം എന്നുള്ള ഒരു എന്താ പറയാ ആ ഒരു പവറിലേക്ക്, ഡിവൈൻ നേച്ചറിലേക്ക് ഹോളി സ്പിരിറ്റ് ഗോഡിനെ കാണാൻ സാധിക്കാതെ വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഹോളി സ്പിരിറ്റ് ഗോഡ് എന്ന് പറയുമ്പോൾ കുറച്ച് സ്പിരിച്വൽ ഗിഫ്റ്റുകൾ തരാനുള്ള ഒരാളാണെന്നോ അല്ലെങ്കിൽ ഫയർ പോലെ വരാനുള്ളതാണെന്നോ അഭിഷേകത്തിന് വേണ്ടിയുള്ള ഒരാളാണെന്നോ അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് മനുഷ്യര് ഹോളി സ്പിരിറ്റ് ഗോഡിനെ താത്തി കെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ കാണുന്നത് പിതാവ് തന്നെയാണ് ഹോളി സ്പിരിറ്റ് ഗോഡ്, ഹോളി സ്പിരിറ്റ് ഗോഡ് തന്നെയാണ് പിതാവെന്നും പുത്രൻ തന്നെയാണ് യശുവ തന്നെയാണ് യാഹ്വേ എന്നുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പുത്രന്റെയും എന്താ പറയുക പിതാവിന്റെയും ആത്മാവാണ് ഹോളി സ്പിരിറ്റ് ഗോഡ് എന്നും മനസ്സിലാക്കുന്നുണ്ട് അല്ലെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മള് പലരും ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ പവറിനെ കുറച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത് അത് എത്ര വലിയൊരു തെറ്റാണെന്നുള്ള കാര്യം ഒന്ന് വിചാരിച്ചു നോക്കുക. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. മുമ്പോട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവെ, സമയത്ത് നന്ദി പറയുന്നു കർത്താവെ. അങ്ങനെ പോലെ ദൈവമല്ല ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി പറഞ്ഞ അങ്ങയുടെ മഹിമ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഒരുപാട് കർത്താവ് അങ്ങ് കാണിക്കുന്നുണ്ട് കർത്താവ്. അങ്ങയുടെ ഗ്രേസ് ഞങ്ങളുടെ ഒപ്പം ഉണ്ടല്ലോ കർത്താവ്. താങ്ക് യു സോ മച്ച്. അങ്ങയുടെ കരുണയ്ക്കായിട്ട്, അങ്ങയുടെ നന്മയ്ക്കായിട്ട് കർത്താവ്, അങ്ങയുടെ സ്നേഹത്തിനായിട്ട്, ഒരിക്കൽ പോലും പോകാത്ത അങ്ങയുടെ സ്നേഹത്തിനായിട്ട് കർത്താവെ നന്ദി പറഞ്ഞു. എന്നും കർത്താവ് ഹോളി സ്പിരിറ്റ് ഗോഡിനെ കൊണ്ട് മുദ്രയിട്ടതിനായിട്ട് നന്ദി പറയുന്നു പിതാവേ. അങ്ങയുടെ സ്നേഹത്തിനാണ് അങ്ങയുടെ മകനായിട്ട് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെയാണ്. ആമേൻ. അപ്പോ ആദ്യമായിട്ട് പറയാനുള്ളത് യേശു തന്നെയാണ് പിതാവെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ പലർക്കും എന്താ പറയുക അതിലൊരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് മിക്കവാറും ആൾക്കാർ അല്ലെ. യേശു അല്ല പിതാവ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പലരും വളരെയധികം ശ്രമിക്കുന്നുണ്ട്. എന്താ പറയുക നമുക്കറിയാം പല മതത്തിൽപ്പെട്ട ഒരാൾക്കാർ എങ്ങനെയെങ്കിലും യേശു അല്ല പിതാവ് എന്നൊന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന ആൾക്കാർ. അപ്പൊ അവരെ പറ്റി നമ്മൾ ബോധന ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. യേശു എന്താ പറയുക വെറും ഒരു പ്രോഫറ്റ് മാത്രമാണെന്നൊക്കെ പറഞ്ഞ്, ഒരു നബി മാത്രമാണെന്നൊക്കെ പറഞ്ഞൊക്കെ എന്താ പറയുക സ്ഥിരീകരിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരെ പറ്റി നമ്മൾ ബോധന ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം എല്ലാവരും യേശുവിനെ കാണുന്ന ഒരു ദിവസം വരും. എല്ലാവരും യേശുവിന്റെ സിംഹാസനത്തിന്റെ ജഡ്ജ്മെന്റ് സീറ്റിന് മുമ്പിൽ നിൽക്കുന്ന ഒരു ദിവസം വരും. പക്ഷെ അന്ന് നമ്മൾ എല്ലാവർക്കും മനസ്സിലാവും, പക്ഷെ എല്ലാവർക്കും സ്വീകരിക്കാൻ ചാൻസ് ഇല്ല. ആ ദിവസം ഇവിടെ വെച്ച് നമ്മൾ സ്വീകരിക്കുവാണെങ്കിൽ, യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുവാണെങ്കിൽ നന്നായിരിക്കും. നമ്മൾ പാതാളത്തിൽ പോകത്തില്ല, ഒരിക്കലും കെട്ടുപോകാത്ത തീയിൽ പോകത്തില്ല. ഇവിടെ വെച്ച് സ്വീകരിക്കാതെ യേശു അല്ല ദൈവം എന്ന് എന്താ പറയുക അങ്ങോട്ട് സ്ഥാപിക്കാൻ നടക്കുവാണെങ്കിൽ അതിന്റെ വരുമ്പരാഴിക പിന്നീട് അനുഭവിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നും അവരോട് ഗോസ്പൽ ഷെയർ ചെയ്യാമെന്നും അതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് മനുഷ്യരായി നമ്മളെ കൊണ്ടൊന്നും തന്നെ സാധിക്കത്തില്ല. അപ്പൊ എന്താ പറയുന്നത് യേശുവിനെ സ്നേഹിക്കാനൊക്കെ ആൾക്കാർക്ക് സാധിക്കുന്നുണ്ട്. പിതാവിന് ഒരു പ്രത്യേക എന്താ പറയുക റെസ്പെക്ട് കൊടുക്കാനും പിതാവിനെ ആ റെസ്പെക്റ്റോടുകൂടി നമ്മൾ ഭയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കാര്യം വരുമ്പോൾ അത് അങ്ങനെയല്ല. പലരും തന്നെ
ചെയ്യുന്നത് അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡിനെ ഒരു പേഴ്സൺ ആയിട്ട്, ഒരു വ്യക്തിയായിട്ട് പോലും ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. ചില ആൾക്കാർക്ക്, എല്ലാവരെയും പറ്റി ഞാൻ പറയുന്നില്ല, ചില ആൾക്കാർക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അല്ലെ. ജീസസ് തന്നെ ഹോളി സ്പിരിറ്റ് ഗോഡിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ട്രൂത്തിന്റെ ആത്മാവ് വരുമ്പോ അവൻ നിങ്ങളോട് വെളിപ്പെട്ട് തരും എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സൺ ആണ്, ഒരു വ്യക്തിയാണ് ഹോളി സ്പിരിറ്റ് ഗോഡ് അല്ലെ. മിക്കവാറും ആൾക്കാർ തന്നെ എന്താ പറയുക, തീയായിട്ട് അല്ലെങ്കിൽ മഴയായിട്ട് വെള്ളമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താ പ്രാവായിട്ട്, പ്രാവിന്റെ രൂപത്തിൽ, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഹോളി സ്പിരിറ്റ് ഗോഡിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ ഹോളി സ്പിരിറ്റ് ഗോഡ് ഒരു പേഴ്സൺ ആണല്ലേ. അപ്പൊ അത് മനസ്സിലാക്കുക. ഇനി നമുക്കറിയാം യേശുക്രിസ്തു ലോകത്ത് മനുഷ്യന്റെ രൂപത്തിലുണ്ടായിരുന്ന സമയത്ത് ഇന്ന് പിതാവിന്റെ വലഭാഗത്തിരിക്കുന്നു നമ്മൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് അല്ലെ. അപ്പോ ഇന്ന് യേശുക്രിസ്തു ലോകത്തില്ല. സമയത്ത് പലർക്കും വിഷനായിട്ടൊക്കെ പ്രത്യക്ഷപ്പെടുന്നു. പക്ഷെ എന്നാലും എന്താ പറയുക, സ്പിരിച്വൽ ലെവൽ നിൽക്കുമല്ലേ. ഇനി ഫിസിക്കലി തിരിച്ചു വരുന്ന ഒരു സമയമുണ്ട് അല്ലെ. നമുക്ക് വേണ്ടി നമ്മളെ ഭരിക്കുന്നതിന് വേണ്ടി രാജാവായി തിരിച്ചു വരുന്ന സമയമുണ്ട്. കുഞ്ഞായിട്ടല്ല, രാജാവായിട്ട് തിരിച്ചു വരുന്ന സമയമുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ ഉള്ളത് ഹോളി സ്പിരിറ്റ് ഗോഡാണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ യേശുക്രിസ്തു നമുക്കറിയാം പിതാവുമായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആയിരുന്നു അല്ലെ. പിതാവ് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയാത്ത ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു എന്നുള്ള കാര്യം നമുക്കറിയാം. പിതാവ് അപ്പൊ നമുക്ക് ഇവിടെ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ 14 ചാപ്റ്ററിലൊക്കെ പറഞ്ഞിരിക്കുന്ന, ഞാൻ ചെയ്യുന്ന വർക്ക് എന്താ നിങ്ങൾ വിശ്വസിക്കാണ്, ഞാൻ ചെയ്യുന്നത് മൊത്തം എന്റെ പിതാവ് എന്നോട് കമാൻഡ് ചെയ്തിരിക്കുന്ന കാര്യം, എന്റെ പിതാവ് എന്നോട് പറയുന്ന കാര്യം, ആജ്ഞാപിക്കുന്ന കാര്യങ്ങൾ അപ്പുറത്തേക്ക് ഞാനൊന്നും ചെയ്യുന്നില്ലെന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ലൂക്കോസ് സുവിശേഷത്തെ 4-ാമത്തെ ചാപ്റ്ററിലേക്ക് വരും. നമുക്ക് ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ്. 4-ാമത്തെ ചാപ്റ്ററിന് 1-ാമത്തെ വാക്കിനെ പറഞ്ഞു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാചു അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. അപ്പൊ ഇവിടെ പറയുക, ഹോളി സ്പിരിറ്റ് ഗോഡ് യേശുവിനെ എന്താ പറയണേ മരുഭൂമിയിലേക്ക് നടത്തി. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ യേശു പിതാവ് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചലിക്കാത്ത ആൾ ഇവിടെ ഹോളി സ്പിരിറ്റ് പറയുമ്പോഴേക്കും കേൾക്കുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ? എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഒന്നാണ് അല്ലെ. പിന്നെ നമുക്കറിയാം യോഹന്നാൻ സുവിശേഷത്തിൽ തന്നെ എന്താ പറയണ 14-ാമത്തെ ചാപ്റ്ററിലേക്ക് വരും. 10-ാമത്തെ വാക്ക് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ 14:10, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്നൊന്നും വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വന്തമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡ് നിറഞ്ഞതാണെന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാമത്തെ ചാപ്റ്ററിലെ 1-ാമത്തെ വാക്ക് നമ്മളിപ്പോ അങ്ങ് വായിച്ചതേ ഉള്ളൂ. ഇപ്പൊ യേശു പറയുക പിതാവ് എന്നിൽ വസിക്കുന്നു. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡും ഉണ്ട്, പിതാവും ഉണ്ട്. അപ്പൊ എത്ര പേര് ഒരാളുടെ ഉള്ളിലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഹോളി സ്പിരിറ്റ് ഗോഡും പിതാവും ഒന്നാണ്. അവര് ഒന്നാണ്, ഒരു വ്യക്തിയാണ് അല്ലെ. അവര് മൂന്നായിട്ടാണ് അവരുടെ ഫങ്ഷൻ അല്ലെ. അവരുടെ വർക്ക് മൂന്നായിട്ടാണ് നടക്കുന്നത് അല്ലെ. അവര് അങ്ങനെയാണ് ചെയ്യുന്നത്. അവര് എന്താ പറഞ്ഞ ഇങ്ങനെ കയറൊക്കെ പിരിഞ്ഞ് ഇടചേർന്ന് അല്ലെ ഇങ്ങനെ ഇരിക്കുക, ഇന്റർട്വൈൻഡ് ആയിട്ട് അവരിയ്ക്കുന്നത്. നമുക്ക് എങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട്, നമ്മുടെ അനലിറ്റിക്കൽ മൈൻഡ് കൊണ്ട് നമ്മൾ എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാലും നമുക്കങ്ങ് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ദൈവത്തെ അല്ലെ. വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ നോക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് ഗോഡ് നമുക്ക് പറഞ്ഞു തരും യേശുവിന്റെ സ്വഭാവം അല്ലെ. പിതാവ് യേശു തന്നെയാവുമ്പോൾ യേശുവിനെ മനസ്സിലാക്കിയാൽ മതി അല്ലെ. അങ്ങനെയുള്ള യേശു പറഞ്ഞു, എന്നെ കണ്ടിരിക്കുന്നത് പിതാവിനെ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ പിതാവ് ഹോളി സ്പിരിറ്റ് ഗോഡ് തന്നെയാണ് യേശു. ഹോളി സ്പിരിറ്റ് ഗോഡ് യേശുവിന്റെ ആത്മാവാണെങ്കിൽ യേശുവിനെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമില്ല. അപ്പൊ ഇവിടെ ഞാൻ എന്താ പറയാൻ വന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഹോളി സ്പിരിറ്റ് ഗോഡ് തന്നെയാണ് പിതാവിന്റെ രൂപത്തിൽ, പിതാവ് എന്നുള്ള പേരില് യേശുക്രിസ്തുവിന്റെ ഉള്ളില് വസിക്കുന്ന ആള് അല്ലെ. അപ്പൊ നമുക്കറിയാം യേശു തന്നെ ഇനിയിപ്പോ അത് യേശു തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പിതാവ് തന്നെയാണ് ഹോളി സ്പിരിറ്റ് ഗോഡ് എന്നുള്ളതിന് പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് വരുമ്പോ 4-ാമത്തെ ചാപ്റ്റർ 24-ാമത്തെ വാക്ക്, ഈ ചാപ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചാപ്റ്റർ ആണ്.
സമരിയക്കാരിയായ ലേഡിയുമായിട്ട് യേശുക്രിസ്തു കിണറിന്റെ കരയിൽ നിന്ന് സംസാരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ. അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാമത്തെ ചാപ്റ്റർ 24-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ദൈവം ആത്മാവ് ആകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പൊ ഇവിടെ ആത്മാവ്, രണ്ട് സ്ഥലത്തും ആത്മാവ് എന്നുള്ള പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ NKJV അല്ലെങ്കിൽ KJV പോലുള്ള ബൈബിളുകൾ ഇംഗ്ലീഷ് വേർഷനിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ആദ്യം ദൈവം ആത്മാവാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്, ആത്മാവ് സ്പിരിറ്റ് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നതിന്റെ യേശു ഉപയോഗിച്ചിരിക്കുന്നത് സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് ഗോഡ് എന്നുള്ളതാണ്. ക്യാപിറ്റൽ എസ് ആണ് ഉപയോഗിച്ചത്, സ്പിരിറ്റ് എന്നുള്ളതിന് ക്യാപിറ്റൽ എസ്. അപ്പൊ നമുക്ക് ഹോളി സ്പിരിറ്റ് എന്ന് എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ക്യാപിറ്റൽ എസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ആ സ്പിരിറ്റിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വരുന്ന അവനെ നമസ്കരിക്കുക എന്ന് എഴുതിയിരിക്കുന്നത്, പക്ഷെ വർഷിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ അവനെ വർഷിക്കുന്നവൻ, പിതാവിനെ വർഷിക്കുന്നവന് ആത്മാവിന് സത്യത്തിൽ വർഷിപ്പ് ചെയ്യണം. ആ ആത്മാവെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ആത്മാവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. സ്മോൾ ലെറ്റർ എസ് ആണ് ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞിരിക്കുന്ന പിതാവ്, ഹോളി സ്പിരിറ്റ് ഗോഡ് തന്നെയാണ്. അപ്പൊ പിതാവിനെ വർഷിപ്പ് ചെയ്യുന്നവര് നമ്മുടെ സ്പിരിറ്റിലും സത്യത്തിലും എന്താ പറയുക വർഷിപ്പ് ചെയ്യണം. നമ്മുടെ മനസ്സുകൊണ്ട് വർഷിപ്പ് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മുടെ സോൾ കൊണ്ട്, അല്ലെ, മനുഷ്യര് 3 പാർട്ടാണല്ലോ. സ്പിരിറ്റ് ഉണ്ട്, നമുക്ക് ഒരു സോൾ ഉണ്ട്, നമുക്ക് ഒരു ബോഡി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആത്മാവുണ്ട്, ഒരു പ്രാണനുണ്ട്, നമുക്കൊരു ശരീരമുണ്ട്. അപ്പൊ നമ്മുടെ പ്രാണൻ, അതായത് സോൾ, അല്ലെ, അതുകൊണ്ട് സോളും എന്ന് പറയുന്നതും മനസ്സും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് വർഷിപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്താന്ന് പറ്റുന്ന വെച്ചാല്, ഈ നമ്മളുടെ മനസ്സ് ലോകവുമായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആണ്. അറ്റാച്ച് എന്ന് പറയാൻ പറ്റുക, ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, അടുത്ത് നിൽക്കുന്നതാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്റർനെറ്റിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് പോകുന്നത്, അല്ലെ. അപ്പൊ അത് നമ്മള് ദൈവത്തെ നമ്മുടെ മനസ്സുകൊണ്ട് ആരാധിച്ചു കഴിയുമ്പോൾ അത് എന്താ പറയുക, അത്രയ്ക്ക് ഇതില്ല. കാരണം നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വെച്ചാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. പക്ഷെ നമ്മുടെ സ്പിരിറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു എത്തിപ്പെടാൻ അങ്ങനെ സാധിക്കാത്തത് കൊണ്ട്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പോകാൻ സാധിക്കാത്തതുകൊണ്ട്, അല്ലെ, സ്പിരിറ്റുവൽ ഇന്നർമോസ്റ്റ് ബീയിങ് ആണല്ലോ. അപ്പൊ അവിടെ നമ്മൾ അധികം നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും, എത്തിപ്പെടാൻ സാധിക്കുന്നില്ല പറയുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് സ്പിരിറ്റ് പ്യുവർ ആയിട്ട് നിൽക്കുമായിരിക്കും. അപ്പം സ്പിരിറ്റിൽ കൊണ്ട് നമ്മുടെ സ്പിരിറ്റ് വഴി ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഹെൽപ്പ് നമുക്കുണ്ടാവും, ഹോളി സ്പിരിറ്റ് ഗോഡുമായിട്ട് കണക്റ്റഡ്. അപ്പൊ അവിടെ ഹോളി സ്പിരിറ്റ് ഗോഡിനെ നമുക്ക് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാനും ഒക്കെ സാധിക്കും, അല്ലെ. അപ്പൊ ദൈവ സ്പിരിറ്റുമായിട്ട്, നമ്മുടെ സ്പിരിറ്റുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സ്പിരിറ്റ് വഴി നമ്മൾ ദൈവത്തെ വർഷിപ്പ് ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാല്, ദൈവം ആത്മാവാകുന്നു എന്നുള്ള കാര്യമാണ്. ദൈവം ആത്മാവാകുന്നു എന്ന് പറയുവാണ്, യേശുക്രിസ്തു തന്നെ പറയുവാണ്. എന്ന് വെച്ചാൽ ദൈവം ഹോളി സ്പിരിറ്റ് ഗോഡ് തന്നെയാണെന്ന് പറയും. ഇനി 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ പോൾ എഴുതിയാണ്, പോൾ വഴി ഹോളി സ്പിരിറ്റ് ഗോഡ് എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 3-ാമത്തെ ചാപ്റ്ററിന്റെ 17-ാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ കർത്താവ് എന്നുള്ള വാക്ക് വരുന്നത് ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ എഴുതിക്കുന്ന ലോഡ് എന്നുള്ള വാക്കാണ്, LORD. ആ ലോഡ് എന്നുള്ളതിന്റെ ആദ്യത്തെ ലെറ്റർ L, ക്യാപിറ്റൽ ലെറ്റർ ആണ് L എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എല്ലാ വാക്കുകളും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്ന ലോഡ് ആണെങ്കിൽ, ക്യാപിറ്റൽ L, ക്യാപിറ്റൽ O, ക്യാപിറ്റൽ R ആൻഡ് D, ക്യാപിറ്റൽ ലെറ്റർ D എന്ന് എഴുതുമ്പോൾ അത് നമ്മൾ പിതാവിനെയാണ് പറ്റിയാണ് പറയുന്നത്. പക്ഷെ ഫസ്റ്റ് ലെറ്റർ, അത് L, അത് മാത്രമാണ് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് നമ്മൾ എഴുതുന്നത്. ബാക്കിയുള്ള ORD സ്മോൾ ലെറ്റർ ആണ് എഴുതുന്നതെങ്കിൽ പറയുന്നത് യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എഴുതിക്കുന്ന കർത്താവ് എന്നുള്ള ആ ക്യാപിറ്റൽ L, സ്മോൾ ORD ആണ് പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന വെച്ചാല് ലോർഡ് ഈസ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആ സ്പിരിറ്റ് ക്യാപിറ്റൽ S അവിടെ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് യേശു ക്രിസ്തു ആത്മാവാകുന്നു, ഹോളി സ്പിരിറ്റ് ആകുന്നു, അല്ലെങ്കിൽ കർത്താവിന്റെ ആത്മാവുള്ളവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അല്ലെ. യേശു ക്രിസ്തു എന്താ പറയുക, ഹോളി സ്പിരിറ്റ് ഗോഡ് ആകുന്നു, ഹോളി സ്പിരിറ്റ് ഗോഡ് ഉള്ളവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. ആദ്യം യേശു പറഞ്ഞു പിതാവ് ഹോളി സ്പിരിറ്റ് ഗോഡ് തന്നെയാന്ന് പറഞ്ഞു. ഇവിടെ പോൾ വഴി ഹോളി സ്പിരിറ്റ് പറയുവാണ് യേശു ക്രിസ്തുവും ഹോളി സ്പിരിറ്റ് ഗോഡ് തന്നെയാണെന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവും മകനും ഹോളി സ്പിരിറ്റ് ഗോഡ് ആകുമ്പോൾ എന്താ അതിന്റെ ഉദ്ദേശം, എന്തോ
എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പിതാവും മകനും ഒന്നാണ് അല്ലെ? അപ്പം പിതാവും മകനും ഹോളി സ്പിരിറ്റ് ഗോഡ് ഒന്നാണ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിനെ പറ്റി. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിലെ പോൾ എഴുതാനുള്ള 1-ാമത്തെ ചാപ്റ്ററിലേക്ക് 1-ാമത്തെ വാക്കിൽ പറഞ്ഞിരിക്കുന്ന പിതാവായ ദൈവമാണ് യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റിരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് മരണത്തിൽ നിന്നും. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ ചാപ്റ്ററിൽ അങ്ങനെ തന്നെ പറയുന്നു. പിന്നെ 13-ാമത്തെ ചാപ്റ്ററിന്റെ എന്താ പറയുക 30-ാമത്തെ വാക്കിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത് ദൈവം പിതാവാണ് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു പറയുന്നു. പക്ഷെ നമുക്കറിയാം യോഹന്നാനിലേക്ക് പോകുമ്പോൾ 2-ാമത്തെ ചാപ്റ്ററിലും 10-ാമത്തെ ചാപ്റ്ററിലും യേശു പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ യേശുവിലാണ് തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള എന്താ പറയുക അധികാരം ഉള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശു തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ യേശു പറഞ്ഞിരിക്കുക എന്റെ ജീവനെ താഴെ വെക്കാനും അതെടുക്കാനും എന്താ ജീവനെ കൊടുക്കാനും അതെടുക്കാനുള്ള അധികാരം എനിക്കുണ്ട് എന്ന് യേശു പറഞ്ഞിരിക്കുന്നു. പിന്നെ അങ്ങനെയാണ് പത്രോസിലേക്ക് വരുമ്പോ 3-ാമത്തെ ചാപ്റ്ററിൽ 18-ാമത്തെ വാക്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവിൽ ഹോളി സ്പിരിറ്റ് ഗോഡാണ് യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ ഗലേഷ്യർക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനത്തിലേക്ക് പറഞ്ഞിരിക്കുന്നത് പിതാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞു. യേശുക്രിസ്തു തന്നെ പറഞ്ഞു എനിക്ക് ഞാൻ തന്നെ എന്നെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറയുന്നു. പിന്നെ പത്രോസിലേക്ക് വന്ന പത്രോസ് പറയുന്നു പത്രോസിലേക്ക് ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്നത് ഹോളി സ്പിരിറ്റ് ഗോഡാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് 3 പേരും ഒന്നാണെന്ന് ചുരുക്കം അല്ലെ? അവര് ഒരാളാണ് അല്ലെ? അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഹോളി സ്പിരിറ്റ് ഗോഡ് തന്നെയാണ് പിതാവ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കുക അല്ലെ? പിതാവ് തന്നെയാണ് ഹോളി സ്പിരിറ്റ് ഗോഡ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അല്ലാതെ എല്ലാരും പറഞ്ഞ റിവൈവൽ വരട്ടെ എന്ന് പറയുമ്പോ എല്ലാരും വിചാരിക്കുന്നത് എന്തെന്നോ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ പവർ ആ ഫയർ വരട്ടെ. അപ്പൊ ഫയർ വന്നു കഴിയുമ്പോൾ കുറച്ചു നേരം കിടന്നുകൊണ്ട് ചാട്ടുവും കുറച്ച് പാട്ട് പാടും വർഷിപ്പ് സോങ് വരുമ്പോൾ കൈയടിക്കുന്നതും അതൊക്കെയാണ് റിവൈവൽ എന്നൊക്കെ ഉള്ള ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഹോളി സ്പിരിറ്റ് ഗോഡ് വന്ന ഉടനെ എല്ലാവരും ആത്മാവിലായിട്ട് ഇങ്ങോട്ട് താഴേക്ക് വീഴുക എന്നുള്ള കുറച്ച് ചിരിക്കുക എന്നുള്ള അന്യഭാഷ സംസാരിക്കുക അതാണ് ഹോളി സ്പിരിറ്റ് ഗോഡ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ആൾക്കാർ മാറിയിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഹോളി സ്പിരിറ്റ് ഗോഡ് എന്നുള്ള അത് ഹോളി സ്പിരിറ്റ് ഗോഡ് ഒരു പേഴ്സൺ ആണെന്ന് പോലുള്ള കാര്യം അറിയത്തില്ല. ചിലർ പറയുന്നത് പിതാവിനേക്കാളും പുത്രനേക്കാളും വളരെയധികം പവർ കുറഞ്ഞ ആളാണ് ഹോളി സ്പിരിറ്റ് ഗോഡ്. നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമേ ടീച്ചറാണ് ഹോളി സ്പിരിറ്റ് ഗോഡ് ടീച്ചറാണല്ലോ. നമുക്ക് ഡയറക്ഷനാണ് ഈ ലോകത്തിൽ ഉള്ള ഒരു ഡയറക്ഷനാണല്ലോ. അപ്പൊ അതിനുവേണ്ടിയൊക്കെ മാത്രമായിട്ടുള്ള ഒരു സ്പിരിറ്റാണ് ദൈവം തന്നിരിക്കുന്നതാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിലേക്ക് അല്ലെ മാറിയിരിക്കുക. പിതാവാണെന്നും പുത്രനാണെന്നും ഹോളി സ്പിരിറ്റ് ഗോഡ് അവരിൽ ഒരാൾ തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടും അംഗീകരിക്കാൻ താല്പര്യമില്ലാതെ പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇപ്പൊ ഈ കാലങ്ങളിൽ കണ്ടുവരുന്നത്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡ് ആണെങ്കിൽ ഹോളി സ്പിരിറ്റ് ഗോഡ് പിതാവ് തന്നെയാണെന്ന് മനസ്സിലാക്കുക. പിതാവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അല്ലെ? യേശു ക്രിസ്തു പിതാവിന്റെ വലഭാഗം വാദിക്കുമ്പോൾ പിതാവിന്റെ സ്പിരിറ്റ് ആണ് ഹോളി സ്പിരിറ്റ് ഗോഡ്. പിതാവ് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? പിതാവ് തന്നെയാണ് ഈ ലോകത്ത് നമ്മളെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുക യേശു ക്രിസ്തു പിതാവ് തന്നെയാണ്. ഇതെല്ലാം എങ്ങനെയാണ് എല്ലാവരും ഒരുപോലെ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യനെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അല്ലെ? നമ്മൾ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ വേറെ നമുക്ക് സാധിക്കത്തില്ല. അപ്പൊ നമ്മള് ഹോളി സ്പിരിറ്റ് ഗോഡിനെ ഗ്രീവ് ചെയ്തിരിക്കരുതെന്ന് എന്താ പറയാ സങ്കടപ്പെടുത്തരുതെന്നുള്ള കാര്യം ബൈബിൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആവശ്യമില്ലാത്ത ഗോസിപ്പ് പറയുകയും എന്താ പറയുക നമ്മൾ ആവശ്യമില്ലാത്ത രീതിയിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഗോഡിനെതിരായിട്ട് നമ്മൾ പിതാവിനെതിരായിട്ടാണ് നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യം ഒന്ന് വിചാരിച്ചു നോക്ക്. ഹോളി സ്പിരിറ്റ് ഗോഡിനെ വെറും ഒരു എന്താ പറയുക ഫയർ കൊണ്ടുവരാനുള്ള ദൈവമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ശക്തി കുറഞ്ഞവനായിട്ട് വെറും ഒരു സ്പിരിറ്റ് ആയിട്ട് കാണരുത്. ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഐ കമാൻഡ് യു ഹോളി സ്പിരിറ്റ് ഗോഡ് ആൻഡ് കം ആൻഡ് ഫിൽ us അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡിനോട് കമാൻഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വരെയുണ്ട്. പിതാവിനോട് കമാൻഡ് ചെയ്യുമെന്ന് വിചാരിച്ചോളാം. അപ്പൊ നമ്മൾ ആ ദൈവം എന്നുള്ള റെസ്പെക്ട് ഹോളി സ്പിരിറ്റ് ഗോഡിന് കൊടുക്കണം. ഹോളി സ്പിരിറ്റ് ഗോഡിനെ യേശു ക്രിസ്തു വളരെയധികം ഡിപ്പെൻഡ് ചെയ്തിരുന്നു, വളരെയധികം അല്ലെ? 30 വർഷം യേശു ക്രിസ്തു ഒന്നും ചെയ്യാതെ എന്താ പറയുക ലോകത്ത് ജീവിച്ച് 30ാമത്തെ വർഷം പിതാവ് ഹോളി സ്പിരിറ്റ് ഗോഡിനെ സെൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ യേശു തന്റെ വർക്ക് തുടങ്ങിയുള്ളൂ. എങ്കിൽ ഹോളി സ്പിരിറ്റ് ഗോഡിനെ യേശു അത്രയധികം ഡിപ്പെൻഡ് ചെയ്യുന്നു, അത്രയധികം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ബഹുമാനിക്കുകയും ചെയ്യുന്നില്ല.
അത്രയധികം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക അല്ലെ. അപ്പോൾ യേശുക്രിസ്തു പിതാവിനെ അത്രയധികം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഗ്ലോറിഫൈ ചെയ്യുന്നത്. പിതാവ് എപ്പോഴും തന്റെ മകനിലേക്ക് നോക്കാൻ പറയുമ്പോൾ അല്ലെ, മകൻ എപ്പോഴും ഗ്ലോറിഫൈ ചെയ്യുന്ന പിതാവിനെയാണ്. മകൻ എങ്ങനെയാ ഹോളി സ്പിരിറ്റ് ഗോഡിനെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. ഹോളി സ്പിരിറ്റ് ഗോഡിലെ ഒരു കാര്യം പോലും ചെയ്യത്തില്ല അല്ലെ യേശുക്രിസ്തു. അപ്പൊ അങ്ങനെയാകുമ്പോ പിതാവും നമ്മൾക്ക് വേണ്ടി ഹോളി സ്പിരിറ്റ് ഗോഡിനെ തരും. അപ്പൊ അങ്ങനെയാകുമ്പോ എന്താ പറയുക, അവര് അത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുകയും ഡിപ്പെൻഡ് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മളും എത്രമാത്രം ഹോളി സ്പിരിറ്റ് ഗോഡിനെ സ്നേഹിക്കണം അല്ലെ. പിതാവ് തന്നെയാണ്, യേശുവിന്റെ ഉള്ളിലുണ്ടായിരുന്ന പിതാവ് തന്നെയാണ് അല്ലെ. ആ പിതാവ് തന്നെയാണ് ഹോളി സ്പിരിറ്റ് ഗോഡ്. നമ്മൾക്ക് വേണ്ടി എന്നുള്ളത് നമ്മുടെ ഉള്ളിലും വർക്ക് ചെയ്യുന്ന പിതാവ് തന്നെയാണ്. അത് മനസ്സിലാക്കുക അല്ലെ. അപ്പം അത് റെസ്പെക്ട് കൊടുക്കും ഹോളി സ്പിരിറ്റ് ഗോഡിന്. വെറുതെ കുറെ ഡിനോമിനേഷൻസ് ഉണ്ടല്ലോ നമ്മുടെ ഇടയ്ക്ക്. ക്രിസ്ത്യൻസിലേക്ക് കുറെ അധികം ഡിനോമിനേഷൻസ് ഉണ്ട്. ആ ഡിനോമിനേഷനിൽ ചിലരെങ്കിലും എന്താ പറയുക ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ പവറിനെ അംഗീകരിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട്. ചിലരെങ്കിലും പറയുന്നത് എന്താ പറയുക ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ പവറൊക്കെ നേരത്തെ തന്നെ തീർന്നു. അതൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ പിതാവ് ആരെന്നും ഹോളി സ്പിരിറ്റ് ഗോഡെന്നും ആരെന്നും മനസ്സിലാക്കാഞ്ഞിട്ട് അല്ലെ. പിതാവിന്റെ ശക്തി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ശക്തി കുറഞ്ഞു പോയിട്ടുണ്ട്. പിതാവ് വർക്ക് ചെയ്യുന്ന ഈ ലോകത്തിൽ വർക്ക് ചെയ്യുന്ന നിർത്തിയിട്ടുണ്ടെങ്കിൽ ഹോളി സ്പിരിറ്റ് ഗോഡും വർക്ക് ചെയ്യുന്ന നിർത്തിയിട്ടുണ്ട്. അത്ര തന്നെയല്ലേ. കാരണം പിതാവിന്റെ ആത്മാവാണ് ഹോളി സ്പിരിറ്റ് ഗോഡ്. അപ്പൊ അതാണ് എനിക്കിത് പറയാനുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഹോളി സ്പിരിറ്റ് ഗോഡിനെ വളരെ എന്താ പറയുക ഒരു അറിയാതെ അല്ലെ, അറിയാതെ കുറച്ച് വാല്യൂ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, റെസ്പെക്ട് ചെയ്തിട്ടില്ല എങ്കിൽ എന്താ പറയുക അത് മനസ്സിൽ നിന്ന് എടുത്ത് കളയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പിന്നെ ചിലരെങ്കിലും പറഞ്ഞ് ചിലരുടെ പ്രശ്നം എന്താ വെച്ചാൽ ഹോളി സ്പിരിറ്റ് ഗോഡ് മൂന്നാമനാണല്ലോ, അപ്പൊ മൂന്നാമത് ആ പവറിലാണ് മൂന്നാമതായിട്ട് വരുന്നത് എന്നുള്ളതാണ് വിചാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല, പവറിലല്ല. എന്താ വെച്ചാല് ഓൾഡ് ടെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ ദൈവം തന്നെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന പിതാവ് എന്നുള്ള എന്താ പറയുക പേരിലാണ് അറിയപ്പെടുന്നത്, പിതാവായിട്ടാണ് അറിയപ്പെടുന്നത്. പിന്നെ ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ ജീസസ് ക്രൈസ്റ്റ് അല്ലെ. പിന്നെ നമ്മൾക്ക് ഇപ്പൊ തന്നിരിക്കുന്ന യേശുവിന്റെ മരണത്തിനും ഉയർത്തുന്നതിന് ശേഷം നമ്മൾക്ക് ദൈവം തന്നെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡ് വഴിയാണ് അല്ലെ, ഹോളി സ്പിരിറ്റ് ഗോഡാണ്. അപ്പൊ അങ്ങനെയാണ് അവര് നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്ത് തന്നിരിക്കുന്നത്, നമ്മൾക്ക് റിവീൽ ചെയ്ത് തന്നിരിക്കുന്നതിന്റെ ഓർഡറിലാണ് ഹോളി സ്പിരിറ്റ് ഗോഡ് മൂന്നാമതായത്. അല്ലാതെ പവറിന്റെ കാര്യത്തിലല്ല മൂന്നാമത്. അവര് ഒരാളാണ് അല്ലെ. അവര് മൂന്നുപേരും ഒന്നാണ്. അവര് വർക്ക് ചെയ്യുന്ന ഡിഫറെന്റ് രീതിയിലാണ്, പക്ഷെ അവര് പേഴ്സണാലിറ്റി ഒന്നാണ് അല്ലെ. അപ്പൊ ഉദാഹരണമായിട്ട് നമ്മളെ പറ്റി പറയുകയാണെങ്കിൽ, മനുഷ്യരെ പറ്റി പറയുവാണെങ്കിൽ നമ്മളൊക്കെ ആരുടെയെങ്കിലും മക്കളായിരിക്കുമല്ലോ. ഏതെങ്കിലും ഹസ്ബൻഡും വൈഫും ഒക്കെ ആയിരിക്കുമല്ലോ. പിന്നെ കുഞ്ഞുങ്ങളുടെ അമ്മയോ അച്ഛനോ ഒക്കെ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞ പല രീതിയിലാണ് നമ്മുടെ ഫങ്ഷണാലിറ്റീസ്. പക്ഷെ നമ്മൾ ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഹോളി സ്പിരിറ്റ് ഗോഡും പുത്രനും പിതാവും. അതിനെപ്പറ്റിയാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ സമയത്ത് നന്ദി പറയുന്നു. അങ്ങനെ പോലെ ദൈവമില്ല. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. കർത്താവെ ഞങ്ങളെ സ്വീകരിച്ചാൽ നന്ദി പറഞ്ഞു. ഞങ്ങളുടെ വാഷ് ചെയ്ത് കർത്താവ് ഞങ്ങളുടെ പാപത്തിൽ നിന്നാൽ ഞങ്ങൾ മുക്തി തന്നുകൊണ്ട് കർത്താവ് ഗുണമായിട്ട് ഇപ്പൊ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തതിന് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കുന്നതാണ്. ഞങ്ങളുടെ അകക്കണ്ണുകളെ തുറന്നതിനായിട്ട് നന്ദി പറയുന്നു. ഇനി വരുന്ന കാലങ്ങളിൽ കർത്താവ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. ഓരോ കാര്യം ഞങ്ങൾക്ക് റിവീൽ ചെയ്ത് തരണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ ഓർത്തിലും പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്ന യേശുവിൻ നാമത്തിൽ ആമേൻ. കേട്ടൻ തന്നെ ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.